ഒബ്സഷൻ എന്ന ചിത്രം ബെയർ എന്ന യുവാവിനെക്കുറിച്ചാണ്. അവന് തന്റെ സഹപ്രവർത്തകയായ നിക്കി എന്ന പെൺകുട്ടിയോട് വലിയൊരു പ്രണയമുണ്ട്. സിനിമ ആരംഭിക്കുന്നത് അവൻ തന്റെ വികാരങ്ങൾ തുറന്നു പറയുന്നതിലൂടെയാണ്. അവൻ പറയുന്നു, ദിവസം മുഴുവൻ ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ കേൾക്കുന്ന എല്ലാ പാട്ടുകളിലും നീയുണ്ട്. ഞാൻ ഇവിടേക്ക് താമസം മാറിയപ്പോൾ എന്നോട് നന്നായി പെരുമാറിയ ഒരേയൊരു വ്യക്തി നീ മാത്രമായിരുന്നു. എൻ്റെ അമ്മൂമ്മ മരിച്ചപ്പോൾ നീ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിക്കിയോടല്ല, മറിച്ച് ഒരു വെയിട്രസിനോടാണ്. അവൻ്റെ ഉത്തമ സുഹൃത്ത് അവനെ പരിശീലിപ്പിക്കുമ്പോൾ അവൻ ഇത് വെറുതെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. ഈ പ്രാരംഭ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. സിനിമയുടെ അവസാനത്തിൽ ഇത് കൂടുതൽ അർത്ഥവത്താകും. ഇപ്പോൾ അവൻ്റെ സുഹൃത്ത് നൽകുന്ന ഉപദേശം ശരിയായ സമയത്തിനായി കാത്തിരിക്കാനും അവളോട് ചോദിക്കാനുമാണ്. നിന്റെ പക്കൽ ഇപ്പോൾ സമയമേ ഉള്ളൂ. പക്ഷെ ആ സമയം എത്ര പെട്ടെന്നാണ് ഒരു ദാരുണമായ കെണിയായി മാറാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ബെയറിന് നിക്കിയോടൊപ്പം കുറച്ച് സമയം തനിച്ച് കിട്ടണമെന്നാണ് ആഗ്രഹം. എന്നാൽ അന്ന് രാത്രി അവർക്ക് മറ്റൊരു സുഹൃത്തായ സാറയോടൊപ്പം ഒരു ട്രിവിയ നൈറ്റ് ഗെയിമിന് പോകേണ്ടതുണ്ട്. അടുത്ത രംഗത്തിൽ ബെയറിന്റെ പൂച്ച ചത്തുകിടക്കുന്നതാണ് കാണിക്കുന്നത്. അവന്റെ അമ്മൂമ്മയുടെ ഗുളികകൾ കഴിച്ചതാണ് പൂച്ചയുടെ മരണത്തിന് കാരണം. ബെയർ താമസിക്കുന്നത് അവന്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ്. അത് അവന് പാരമ്പര്യമായി കിട്ടിയതോ അല്ലെങ്കിൽ അവൻ അമ്മൂമ്മയോടൊപ്പം താമസിച്ചിരുന്നതോ ആയ വീടാണ്. ആ ഗുളികകൾ ഇപ്പോഴും ബാത്റൂമിന്റെ ക്യാബിനറ്റിൽ ഇരിപ്പുണ്ട്. ദുഃഖം താങ്ങാനാവാതെ ബെയർ ആ പൂച്ചയുടെ ശരീരം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി മാറ്റുന്നു. തുടർന്ന് സ്വന്തം മുറിയിലിരുന്ന് പൊട്ടിക്കരയുന്നു. ആ സമയത്ത് അവൻ ഇൻസ്റ്റഗ്രാമിൽ നിക്കിയുടെ ഫോട്ടോകൾ നോക്കി അവളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിക്കി അവനെ ഫോണിൽ വിളിക്കുന്നു. ക്വിസ് നൈറ്റിന് അവൻ എപ്പോഴാണ് വരുന്നതെന്ന് അന്വേഷിക്കാനാണ് അവൾ വിളിച്ചത്. അവളോട് സംസാരിക്കുമ്പോൾ അവന്റെ പെരുമാറ്റം പൂർണ്ണമായും മാറുന്നു. അവൻ സന്തോഷവാനാവുകയും അവന്റെ കരച്ചിൽ നിർത്തുകയും ചെയ്യുന്നു. അവൾ അവനെ വരാൻ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നു. ഇതിനിടയിലാണ് നിക്കി താൻ ജോലി രാജിവെക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ അവൾ അവനോട് പറയുന്നുണ്ട് തന്റെ ക്രിസ്റ്റൽ മാല ഡ്രെയിനേജിൽ വീണുപോയി എന്ന്. അതുകൊണ്ട് വേറൊരു ക്രിസ്റ്റൽ ഷോപ്പ് അടയ്ക്കാറായ സമയത്ത് കൃത്യമായി അവിടെ എത്തി അവൾക്കായി ഒരു പുതിയ മാല നോക്കുന്നു. എന്നാൽ അവിടെ വെച്ച് അവന്റെ ശ്രദ്ധ വൺ വിഷ് വില്ലോ എന്ന വിചിത്രമായ ഒരു വസ്തുവിലേക്ക് തിരിയുന്നു. ഒരു ആഗ്രഹം സാധിച്ചു തരുന്ന മന്ത്രവടിയാണിത്. ബെയർ അതും വാങ്ങുന്നു. അതിലെഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരാഗ്രഹം ലഭിക്കും. ബോക്സ് തുറന്ന് വില്ലോ സ്റ്റിക്ക് പുറത്തെടുക്കുക. തുടർന്ന് അത് യാഥാർത്ഥ്യമാക്കാൻ അത് ഒടിക്കുക. കൗണ്ടറിലിരിക്കുന്ന പെൺകുട്ടിയെ സൂചിപ്പിക്കുന്നത് ആളുകൾ ഇത് വാങ്ങിയ ശേഷം വന്ന് പരാതി പറയാറുണ്ടെന്നാണ്. അപ്പോൾ ബെയർ ചോദിക്കുന്നു, ഇത് പ്രവർത്തിക്കുന്നില്ല എന്നാണോ അവർ പരാതിപ്പെടുന്നത്, അതോ ഇത് പ്രവർത്തിച്ച് അവരുടെ ജീവിതം തകർത്തു എന്നാണോ? അവൾ അതിന് കൃത്യമായ മറുപടി നൽകുന്നില്ല. ബെയർ അത് വാങ്ങുന്നു. പക്ഷെ ആ രാത്രി ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. അടുത്ത രംഗം ക്വിസ് നൈറ്റ് ആണ്. ഇത് നടക്കുന്നത് ബാർക്കേഴ്സ് പബ്ബിലാണ്. ഇത് സിനിമയുടെ എഴുത്തുകാരനും സംവിധായകനുമായ കറി ബാർക്കറോടുള്ള ഒരു സൂചനയാണ്. ഇവിടെ വെച്ച് നമ്മൾ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നു. ബെയർ, അവന്റെ ഉത്തമ സുഹൃത്ത് ഇയാൻ, നിക്കി, സാറ എന്നിവരാണ് അവർ. ബെയർ നിക്കിയോട് തന്റെ പ്രണയം തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് അവരെ നിരന്തരം തടസ്സപ്പെടുത്തുന്നു. അതിനാൽ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു. ബെയർ അവളെ കാറിൽ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് നിൽക്കുന്നു. കാറിലെ യാത്രക്കിടയിൽ താൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് നിക്കി വെളിപ്പെടുത്തുന്നു. അവൾക്ക് ഒരു എഴുത്തുകാരിയാകണമെന്നാണ് ആഗ്രഹം. എഴുതണമെങ്കിൽ സ്നേഹം അനുഭവിക്കണമെന്നും എന്നാൽ തനിക്ക് സ്നേഹം അനുഭവപ്പെടുന്നില്ലെന്നും അവൾ പറയുന്നു. അവളുടെ പുസ്തകത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യത്തോടെ അവൻ ചോദിക്കുന്നു, ഓ, അപ്പോൾ ഇതൊരു റൊമാൻസ് ആണല്ലേ? എന്നാൽ അവൾ മറുപടി നൽകുന്നു, അല്ല, ഇതൊരു പ്രണയകഥയാണ്. ബെയർ ചോദിക്കുന്നു, രണ്ടും ഒന്ന് തന്നെയല്ലേ? നിക്കി അതിന് മറുപടി നൽകുന്നില്ല. യഥാർത്ഥത്തിൽ അവ രണ്ടും ഒന്നല്ല. ബെയറിന് അവ തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊരു സഹപ്രവർത്തകയായ സാറയ്ക്ക് ബെയറിനെ ഇഷ്ടമാണോ എന്ന് നിക്കി ചോദിക്കുന്നു. കാരണം സാറ ദിവസം മുഴുവൻ അവനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബെയർ പറയുന്നു, ഞാൻ അവളെ ഒരു സുഹൃത്തായി മാത്രമേ കാണുന്നുള്ളൂ എന്ന്. ബെയർ നിക്കിയോട് തന്റെ സ്വന്തം വികാരങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുമ്പോൾ അവന് വാക്കുകൾ കിട്ടുന്നില്ല. ഒടുവിൽ അവൻ അവളെ ഫ്രീക്കി നിക്കി എന്ന് വിളിക്കുന്നു. ഇത് അവന്റെ സുഹൃത്ത് നൽകിയ വളരെ മോശം ഉപദേശമായിരുന്നു. പണ്ട് സ്കൂളിൽ അവളെ കളിയാക്കിയിരുന്നവർ വിളിച്ചിരുന്ന പേരായിരുന്നു അത്. അവനിത് തമാശയായി ചെയ്യാൻ ശ്രമിച്ചതാണെങ്കിലും നിക്കിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ചോദിക്കുന്നു, നിനക്കെന്നെ ഇഷ്ടമാണോ? നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയേണ്ട സമയമാണ്. എന്നാൽ ബെയർ ഭയന്ന് പറയുന്നു, നമ്മൾ വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കരുതുന്നു. നിക്കി ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. നിക്കി നടന്നു പോയതിനു ശേഷം കാറിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്നുകൊണ്ട് ബെയർ വൺ വിഷ് വില്ലോ തുറക്കുന്നു. അതൊരു വീഡിയോ ഗെയിം പോലെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നു. നിക്കി ഈ ലോകത്തിൽ മറ്റാരെക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ വടി ഒടിക്കുന്നു. തുടർന്ന് വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ നിക്കി തന്റെ വീടിന്റെ വാതിൽക്കൽ നിന്ന് അവനെ തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കാണുന്നു. അവൾ തിരികെ കാറിന്റെ അരികിലേക്ക് വരികയും സംസാരിക്കുകയും ചെയ്യുന്നു. അവൾ അവനെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവൾ പറയുന്നു, ഞാനിപ്പോൾ എൻ്റെ പൂച്ചയെ നഷ്ടപ്പെട്ടതേ ഉള്ളൂ. ഓ അല്ല, നിന്റെ പൂച്ചയാണ് ചത്തത്, ക്ഷമിക്കണം, അകത്തേക്ക് വരൂ. അവൾ വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങുന്നു. അവനോട് ഭ്രാന്തമായ രീതിയിൽ പ്രണയം കാണിക്കുന്നു. ഒരു നിമിഷം അവൾ ആ മാന്ത്രിക വലയത്തിൽ നിന്ന് പുറത്തു വന്ന് ഞാൻ എന്ത് നാശമാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വീണ്ടും പഴയതുപോലെ ഭ്രാന്തമായ പ്രണയത്തിലേക്ക് തിരികെ എത്തുന്നു. അവൾ കാറിൽ കയറി ബെയറിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു.
തൻ്റെ അച്ഛൻ മരണക്കിടക്കയിലാണെന്നും തനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയമാണെന്നും അവൾ പറയുന്നു. അങ്ങനെ അവർ ബെയറിൻ്റെ വീട്ടിലെത്തുന്നു. അവൻ അവളെ കിടപ്പുമുറിയിൽ കൊണ്ടുപോയി കിടത്തുന്നു. അവൻ പോകാൻ തുടങ്ങുമ്പോൾ അവൾ കൂടെ കിടക്കാൻ ആവശ്യപ്പെടുന്നു. ബെയർ വസ്ത്രങ്ങൾ പോലും മാറാതെ ഷൂസ് മാത്രം ഊരി ബെഡിന് മുകളിൽ കിടക്കുന്നു. അവൻ സ്ത്രീകളോട് പെരുമാറുന്നതിൽ തികച്ചും അസ്വസ്ഥനും പരിചയമില്ലാത്തവനുമായി കാണപ്പെടുന്നു. അതിനാൽ നിക്കി മുൻകൈയെടുത്ത് അവനെ ചുംബിക്കുന്നു. എന്നാൽ ചുംബനത്തിനിടയിൽ അവൾ പെട്ടെന്ന് പഴയ നിക്കിയായി മാറുകയും അവൾ കട്ടിലിൽ നിന്ന് പുറകോട്ട് വീഴുന്നു. എന്നാൽ ഉടൻ തന്നെ വീണ്ടും പ്രണയഭ്രാന്തിയായി മാറുകയും താൻ ചെയ്തതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് ബെയറിനെ ഭയപ്പെടുത്തുന്നു. അതിനാൽ അവൻ അന്ന് രാത്രി തറയിൽ കിടന്നുറങ്ങുന്നു. അവൻ ഇന്റർനെറ്റിൽ വൺ വിഷ് വില്ലോയെക്കുറിച്ച് തിരയുന്നു. മണ്ടേല എഫക്റ്റ് വഴിയുള്ള ചില ഫലങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. 1980കളിൽ ഇങ്ങനെ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോസ്റ്റുകളും ഇത് പ്രവർത്തിക്കുമെന്നും പ്രവർത്തിക്കില്ലെന്നും പറയുന്ന പോസ്റ്റുകളും അവൻ കാണുന്നു. പക്ഷേ യഥാർത്ഥ ഭയം എന്തെന്നാൽ ഈ ആഗ്രഹം അവളിൽ വരുത്തിയ മാറ്റങ്ങൾ കൂടുതൽ ക്രൂരമാവാൻ പോവുകയായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് നിക്കി ബെയറിനോട് അപകടകരമായ രീതിയിൽ അമിതാവേശം കാണിക്കാൻ തുടങ്ങുന്നു. നിക്കി യഥാർത്ഥ നിക്കിയെ പോലെയല്ല പെരുമാറുന്നത്. എന്നാൽ ബെയർ അത് അവഗണിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ അവനായി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ട് അവൻ ഉണരുന്നു. എന്നാൽ അതിനൊപ്പം വിചിത്രമായ മറ്റൊരു കാര്യം അവൻ കാണുന്നു. ചത്ത പൂച്ചയെ ചവറ്റുകുട്ടയിൽ നിന്നെടുത്ത് തറയിൽ ഒരു തുണിയും മെഴുകുതിരികളും വെച്ച് നിക്കി അതിനൊരു സ്മാരകം ഒരുക്കിയിരിക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും തിരിച്ച് അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ഇയാൻ നിക്കിയെ പറ്റി ബെയറിനോട് ചോദിക്കുന്നു ലാസ്റ്റ് ഡേ എന്താ നടന്നത് എന്ന്. ജോലി കഴിഞ്ഞ് നിക്കി ഇയാന്റെ കൂടെ പോകുന്നു. അടുത്ത ദിവസം നിക്കി ചുവന്ന വസ്ത്രം ധരിച്ച് ബെയറിന്റെ വാതിൽക്കൽ വരികയും തലേദിവസത്തെ പെരുമാറ്റത്തിന് ക്ഷമ ചോദിക്കുകയും തന്റെ വികാരങ്ങൾ തുറന്നു പറയുകയും ചെയ്യുമ്പോഴാണ് അവരുടെ പ്രണയകാലത്തിന്റെ മോണ്ടേജ് ആരംഭിക്കുന്നത്. ഓഫീസിൽ വെച്ച് പ്രണയിക്കുന്നതും ചുംബിക്കുന്നതും പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നതും സിനിമകൾ കാണുന്നതുമെല്ലാം ഇതിൽ കാണാം. അവരുടെ സുഹൃത്തുക്കൾ ഇത് കണ്ട് ആശയക്കുഴപ്പത്തിലും അസൂയയിലുമാകുന്നു. എല്ലാം ഭംഗിയായി നടക്കുന്നുവെന്നും ഇവർ സന്തോഷത്തോടെ ജീവിക്കുമെന്നും തോന്നാം. എന്നാൽ ഇത് വെറും തുടക്കം മാത്രമായിരുന്നു. ബെയറും നിക്കിയും ഒരു ഡൈനറിൽ ഡേറ്റിങ്ങിന് പോകുന്നു. അവിടെ വെച്ച് ബെയറിന്റെ സുഹൃത്ത് ഇയാൻ അവനെ ഫോണിൽ വിളിച്ച് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. നിക്കിയുടെ അച്ഛന് യാതൊരു കുഴപ്പവുമില്ലെന്നും അവൻ അന്വേഷിച്ചപ്പോൾ അവൾ കള്ളം പറഞ്ഞതാണെന്നും അവൻ പറയുന്നു. നിക്കി നേരത്തെ സാറയോട് പറഞ്ഞിരുന്നത് താൻ ബെയറിനെ ഒരു അനിയനെ പോലെ മാത്രമേ കാണുന്നുള്ളൂ എന്നായിരുന്നു. ഈ വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. തന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം താൻ ആഗ്രഹിച്ച ആ വില്ലോ സ്റ്റിക്ക് ഒടിച്ചത് കൊണ്ടാണെന്ന് ബെയർ തിരിച്ചറിയുന്നു. അവൻ ടേബിളിലേക്ക് തിരിച്ചെത്തി നിക്കിയോട് അവളുടെ അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ പരിഭ്രാന്തയാകുന്നു. അവൾ ചോദിക്കുന്നു അതിനെന്താണ് ഇത്ര പ്രാധാന്യം? അവൻ ഒരു നിമിഷം നോക്കി പറയുന്നു എനിക്കതിൽ യാതൊരു പ്രാധാന്യവുമില്ല. അടുത്ത രംഗത്തിൽ അവർ കട്ടിലിൽ ഒരുമിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. ഇത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു രംഗമാണ്. കാരണം അവളുടെ നോട്ടം ശൂന്യമായ മറ്റെങ്ങോ ആണ്. ആഗ്രഹത്തിന്റെ സ്വഭാവം കാരണം നിക്കിയുടെ സ്വതന്ത്ര ഇച്ഛാശക്തി നഷ്ടപ്പെട്ടതുകൊണ്ടും ഈ രംഗം ഒരു അതിക്രമമായി കണക്കാക്കാം. ഇത് ബെയറിന്റെ കഥാപാത്രത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ഒരു അതിർവരമ്പ് ലംഘനമാണ്. ഇതെല്ലാം തന്റെ ആഗ്രഹം കാരണമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അവൻ അത് തുടരാൻ ആഗ്രഹിക്കുന്നു. എനിക്കതിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്ന് അവൻ തെളിയിക്കുന്നു. എന്നാൽ ഈ സ്വാർത്ഥതയ്ക്ക് അവൻ നൽകേണ്ടി വരുന്ന വില വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിൽ ഉണരുമ്പോൾ മുറിയുടെ ഇരുണ്ട കോണിൽ നിന്ന് നിക്കി അവനെ നോക്കി നിൽക്കുന്നതാണ് ബെയർ കാണുന്നത്. അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്ര നീ എന്നെ സ്നേഹിക്കുന്നില്ല. ആ ഇരുട്ടിൽ അവളുടെ മുഖം വികൃതമായും പ്രായം ചെന്നതായും കാണപ്പെടുന്നു. അവൾ കട്ടിലേക്ക് വരുമ്പോൾ മുഖം പൂക്കൾ കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു. പതുക്കെ അവൾ മുഖം കാണിക്കുമ്പോൾ അത് പഴയ നിക്കിയുടെ മുഖമായിരുന്നു. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ ഭയങ്കരമായി അലറുന്നു. അവൻ ഉറങ്ങുമ്പോൾ അവൾ അവൻ്റെ മുടി മുറിക്കുന്നു. അങ്ങനെ ചെയ്യരുത് എന്ന് അവൻ നിക്കിയോട് പറയുന്നു. അവൻ ജോലിക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ വാതിൽ പൂർണ്ണമായും ടേപ്പ് കൊണ്ട് ഒട്ടിച്ചതായി കാണുന്നു. അവൻ പുറത്തു പോകുമ്പോൾ അവൾ വിചിത്രമായ പുഞ്ചിരിയോടെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നു. അവിടെ നിൽക്കുന്നതിനിടയിൽ അവൾ അവിടെ തന്നെ മൂത്രമൊഴിക്കുന്നു. ഓഫീസിൽ വെച്ച് നിക്കി കൊടുത്തയച്ച ഉച്ചഭക്ഷണം ബെയർ കഴിക്കുന്നു. അതിനുള്ളിൽ 2 പോളറോയിഡ് ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഒന്നിന്റെ പുറകിൽ യു എന്നും നിക്കിയുടെ ഫോട്ടോയുടെ പുറകിൽ നോട്ട് മീ എന്നും എഴുതിയിരിക്കുന്നു. അവൻ സാൻഡ്വിച്ച് എടുത്ത് ഒരു കടി അടിക്കുമ്പോഴാണ് അതിനുള്ളിൽ ഒരു കുറിപ്പ് സാറ കാണുന്നത്. സംശയം തോന്നി ബെയർ ബ്രെഡ് മാറ്റി നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ അവൻ്റെ ചത്ത പൂച്ചയായ സാൻഡിയുടെ ഇറച്ചി ഉണ്ടായിരുന്നു. ബെയർ അവിടെ തന്നെ ഛർദ്ദിക്കുന്നു. കാര്യങ്ങൾ വളരെ വേഗത്തിൽ മോശമാകുന്നു. നിക്കി അവളുടെ സ്വഭാവത്തിലല്ലെന്ന് വ്യക്തമാകുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ബെയർ ആ ബോക്സിലുള്ള കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കുന്നു. വളരെ മടുത്ത താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഫോൺ എടുക്കുന്നത്. ഈ ശബ്ദം ചിത്രത്തിന്റെ എഴുത്തുകാരനും സംവിധായകനുമായ വ്യക്തിയുടേതാണ്. ബെയർ ചോദിക്കുന്നു എനിക്ക് ഈ ആഗ്രഹത്തിൽ ചെറിയ മാറ്റം വരുത്താൻ സാധിക്കുമോ? അയാൾ പറയുന്നു ഇല്ല. നിങ്ങൾക്കിത് റദ്ദാക്കണോ? ബെയർ പറയുന്നു ഇല്ല, റദ്ദാക്കേണ്ട, എനിക്ക് മാറ്റം വരുത്തിയാൽ മതി. അയാൾ പറയുന്നു അത് സാധ്യമല്ല. തുടർന്ന് ബെയർ ചോദിക്കുന്നു ഇത് ശരിക്കുമുള്ളതാണോ? അവൻ ഉദ്ദേശിച്ചത് ആഗ്രഹത്തെക്കുറിച്ചല്ല, നിക്കിക്ക് അവനോടുള്ള പ്രണയം യഥാർത്ഥമാണോ എന്നാണ്. അയാൾ മറുപടി നൽകുന്നു നീ ഇത് അവൾക്കായി തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് അത് യഥാർത്ഥമല്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ബെയർ പറയുന്നു ശരി, എനിക്കിത് റദ്ദാക്കണം. എന്നാൽ അയാൾ പറയുന്നു ഞങ്ങളത് ചെയ്യാറില്ല. ഇത് റദ്ദാക്കാനുള്ള ഒരേയൊരു വഴി നീ മരിക്കുക എന്നത് മാത്രമാണ്.
ആദ്യം ബെയറിന് അത് റദ്ദാക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നത് അവൻ്റെ സ്വാർത്ഥതയെ കാണിക്കുന്നു. അവളുടെ സ്വതന്ത്ര ഇച്ഛാശക്തിക്ക് വിരുദ്ധമായിട്ടാണെങ്കിലും അവൾ തന്നെ സ്നേഹിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. നിക്കി ചില നിമിഷങ്ങളിൽ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണെന്ന് അവൻ ചോദിക്കുമ്പോൾ കസ്റ്റമർ കെയറുകാരൻ ചോദിക്കുന്നു, നിനക്ക് അവളോട് സംസാരിക്കണോ? തുടർന്ന് ഫോണിലൂടെ യഥാർത്ഥ നിക്കിയുടെ ഭയങ്കരമായ അലർച്ചയും നിലവിളിയും കേൾക്കാം. ബെയർ ഭയന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. ബെയർ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിക്കി അവൻ എവിടെയാണോ നിർത്തിപ്പോയത് അവിടെ തന്നെ നിൽക്കുന്നത് കാണുന്നു. അവൾ മലമൂത്ര വിസർജനം നടത്തിയും ഛർദ്ദിച്ചും വളരെ വികൃതമായ അവസ്ഥയിലായിരുന്നു. ബെയറിന്റെ അവസ്ഥയിൽ ആശങ്കാകുലനായ ഇയാൻ അവനെ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. നിക്കിയെ വീട്ടിലാക്കി ഒറ്റയ്ക്ക് പോകാൻ ബെയർ ശ്രമിച്ചെങ്കിലും അവൾ ശക്തമായി എതിർത്തതിനെ തുടർന്ന് അവളെയും ഒപ്പം കൂട്ടേണ്ടി വരുന്നു. പാർട്ടിയിൽ അവർ ഡ്രങ്ക് ജംഗ എന്ന ഗെയിം കളിക്കുന്നു. നിക്കി താൻ എഴുതിയ ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ എന്ന വിചിത്രമായ ഒരു കഥ വായിക്കുന്നു. ആ കഥയിൽ ഹാൻസലും ഗ്രേറ്റലും സഹോദരനും സഹോദരിയുമാണെങ്കിലും അവർ വിവാഹിതരാണ്. ഇത് മനഃപൂർവ്വം ഉൾപ്പെടുത്തിയതാണ്. കാരണം യഥാർത്ഥത്തിൽ നിക്കി ബെയറിനെ സഹോദരനെ പോലെയാണ് കണ്ടിരുന്നത്. ആ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: വില്ലോ മരത്തിന്റെ കൊമ്പുകൊണ്ട് മാത്രം മന്ത്രവാദം വഴി ഉണ്ടാക്കാൻ കഴിയുന്ന പ്രണയം. ഇത് ആ വില്ലോ സ്റ്റിക്കിന്റെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള വലിയൊരു സൂചനയാണ്. അവിടെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഡെയർ എഴുതിയ ജംഗ ഗെയിമിൽ ബെയറിന് തന്റെ ഇടതുവശത്തിരിക്കുന്ന വ്യക്തിയെ ചുംബിക്കാനുള്ള ഡെയർ ലഭിക്കുന്നു. അവന്റെ ഇടതുവശത്ത് സാറയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ട് നിക്കി വലിയൊരു സങ്കടഭാവത്തോടെ വന്ന് സാറയുടെ കസേര പുറകോട്ട് വലിച്ചു മാറ്റി അവൾ ബെയറിന്റെ ഇടതുവശത്ത് വന്നിരിക്കുന്നു. ഇത് ഒരേ സമയം ചിരിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ്. പെട്ടെന്ന് നിക്കി ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരികയും യഥാർത്ഥ നിക്കി ഉണരുകയും ചെയ്യുന്നു. എല്ലാവരും പരിഭ്രാന്തരാകുമ്പോൾ ബെയർ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് എന്ത് സംഭവിക്കും എന്നതിനേക്കാൾ പൊതുസ്ഥലത്ത് വെച്ച് അവൾ കാരണം തനിക്ക് നാണക്കേടുണ്ടായി എന്ന രീതിയിലാണ് അവൻ പെരുമാറുന്നത്. അവൻ എത്രത്തോളം സ്വാർത്ഥനാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. വീട്ടിലെത്തിയ ശേഷം അവൻ അവളോട് ദേഷ്യപ്പെടുന്നു. അവൾ പഴയതുപോലെ സാധാരണ രീതിയിൽ പെരുമാറിയാൽ മതിയെന്ന് അവൻ പറയുന്നു. നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ? ഞാൻ നിന്റെ ഫ്രീക്ക് നിക്കിയാണ്. അവൾക്ക് ആ പേര് ഇഷ്ടമല്ല എന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതിനാൽ ഇത് യഥാർത്ഥ നിക്കിയല്ല എന്ന് വീണ്ടും തെളിയുന്നു. അവൻ പറയുന്നു, എനിക്ക് നീ നിക്കിയെ പോലെ പെരുമാറിയാൽ മതി. അവൾ അലറിക്കൊണ്ട് പറയുന്നു, എനിക്ക് നിക്കിയാകാൻ കഴിയും. അവൻ പറയുന്നു, ഇത് യഥാർത്ഥമല്ല. പെട്ടെന്ന് അവൾ വളരെ വിചിത്രമായ രീതിയിൽ പുറകോട്ട് നടക്കുകയും തലതിരിച്ച് സംസാരിക്കുകയും വാതിൽക്കൽ നിൽക്കുകയും ചെയ്യുന്നു. അവൻ അവളോട് ഇന്ന് രാത്രി ബെഡിൽ കിടന്നുറങ്ങാൻ പറയുന്നു. താൻ ഇന്ന് രാത്രി അവൻ്റെ കൂടെ കിടന്നില്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്ന് അവൾ സൂചിപ്പിക്കുന്നു. അടുത്ത രംഗത്തിൽ നിക്കി ഉറങ്ങുമ്പോൾ ബെയറിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ആ സമയത്ത് ബെയറിന്റെ ഫോണിലേക്ക് സാറയുടെ മെസ്സേജ് വരുന്നു. അവൾക്ക് അവനോട് സംസാരിക്കണമെന്ന്. അവൻ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ നിക്കി സംസാരിക്കാൻ തുടങ്ങുന്നു. ദയവായി എന്നെ കൊല്ലോ. അവൾ ഉറങ്ങുകയാണ്. ഇത് ഞാനാണ്. ദയവായി അവളെ ഉണർത്തരുത്. എന്നെ കൊന്നു തരൂ. താൻ അനുഭവിക്കുന്ന ഈ നരകയാതന അവസാനിപ്പിക്കാൻ അവൾ ആവശ്യപ്പെടുമ്പോൾ ബെയർ ചോദിക്കുന്നു, എൻ്റെ കൂടെ ജീവിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? അവൾ പറയുന്നു, ഞാൻ ഒരിക്കലും നിന്റെ കൂടെ ജീവിച്ചിട്ടില്ല. അവൻ അവളെ അവഗണിച്ച് അവിടെ നിന്ന് നടന്നു പോകുന്നു. അവൾ വേദന അനുഭവിക്കുമ്പോൾ അവൻ സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവൻ സാറയെ അവളുടെ കാറിൽ ചെന്ന് കാണുന്നു. സാറ അവനോട് വെളിപ്പെടുത്തുന്നു, നിക്കിയും ഇയാനും കഴിഞ്ഞ 2 വർഷമായി രഹസ്യമായ അടുപ്പത്തിലായിരുന്നു എന്ന്. സാറ അവനോട് പറയുന്നു, നിനക്ക് ഇതിനേക്കാൾ നല്ലൊരാളെ ആവശ്യമുണ്ട്. അത് താനാണെന്ന രീതിയിലാണ് സാറ സംസാരിക്കുന്നത്. ഗെയിമിൽ താൻ അവൻ്റെ ഇടതുവശത്താണ് ഇരുന്നിരുന്നതെന്നും അവൾ ഓർമ്മിപ്പിക്കുന്നു. ബെയറിന് സാറയോട് താല്പര്യം തോന്നി തുടങ്ങുന്ന നിമിഷത്തിൽ പെട്ടെന്ന് നിക്കി ഒരു ചുടുകട്ടയുമായി വന്ന് സാറയുടെ ഇടതുവശത്തുള്ള ഗ്ലാസ് തകർത്ത് സാറയുടെ തലയിൽ ഇടിക്കാൻ തുടങ്ങുന്നു. കാറിന്റെ ഹോൺ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സാറയുടെ മുഖം പൂർണ്ണമായും തകരുന്നതുവരെ അവൾ ആ കട്ട കൊണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. നിക്കി ശാന്തമായി ബെയറിനോട് പറയുന്നു, നീ ഇതല്ലേ ആഗ്രഹിച്ചത്, നമുക്കിത് പരിഹരിക്കാം. ബെയർ ആ ശവം മാറ്റാൻ അവളെ സഹായിക്കുന്നു. അവർ ഓഫീസിൽ പോവുകയും അവിടെയുള്ള ലോക്കറിൽ നിന്ന് നിക്കി ഒരു തോക്കെടുത്ത് ഒളിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ക്രൂരത അവസാനിപ്പിക്കാൻ ബെയർ ഒരു വഴി തേടാൻ നിർബന്ധിതനാകുന്നു. ബെയർ വീണ്ടും ക്രിസ്റ്റൽ ഷോപ്പിൽ ചെന്ന് ആഗ്രഹം എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു. ഈ സമയം അവിടെയുള്ള ജീവനക്കാരൻ പറയുന്നു, മറ്റാരെങ്കിലും കൊണ്ട് നിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി മറ്റൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ മതിയാകും. ബെയർ അവിടെ അവശേഷിച്ച അവസാന 3 വില്ലോ സ്റ്റിക്കുകളും വാങ്ങുന്നു. ആദ്യം അവൻ സ്വയം ശ്രമിക്കുന്നു. അവൾ എന്നെ ഒരു സുഹൃത്തായി മാത്രം സ്നേഹിച്ചാൽ മതി. എന്നാൽ ആ വില്ലോ സ്റ്റിക്ക് ഒടിയുന്നില്ല. ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന മ്യൂസിക് മാറുന്നതിലൂടെ അത് അവൻ ഇതിനകം ഒരു ആഗ്രഹം സാധിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞതായി മനസ്സിലാക്കാം. അവൻ തൻ്റെ സുഹൃത്ത് ഇയാന്റെ അടുത്ത് ചെന്ന് ആവശ്യപ്പെടുന്നു, ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് നീ ആഗ്രഹിക്കൂ, അപ്പോൾ എല്ലാം പഴയപടിയാകും. എന്നാൽ ഇയാൻ ആ വില്ലോ സ്റ്റിക്ക് ഉപയോഗിച്ച് ആഗ്രഹിക്കുന്നത് എനിക്കൊരു $1 ബില്യൺ വേണം എന്നാണ്. ഉടൻ തന്നെ വീടിനുള്ളിൽ പണം മഴ പോലെ പെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ആ പണം അവരെ രക്ഷിക്കുമായിരുന്നില്ല. കാരണം ക്ലൈമാക്സ് ഇതിലും ഭീകരമായിരുന്നു. ബെയർ വീട്ടിൽ തിരിച്ചെത്തുന്നു. അവൻ്റെ അവസാന പ്ലാൻ നിക്കിയെ കൊണ്ട് തന്നെ ആഗ്രഹം മാറ്റിക്കുക എന്നതായിരുന്നു. എന്നാൽ അവൻ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് വലിയൊരു പൂജാമുറി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. സാറയുടെ വസ്ത്രങ്ങളില്ലാത്ത ശരീരം ഒരു കസേരയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു.
തിരിഞ്ഞു നോക്കുമ്പോൾ നിക്കി സാറയുടെ വസ്ത്രങ്ങൾ ധരിച്ച് സാറയുടെ ശരീരത്തിലുള്ള ടാറ്റുകൾ സ്വന്തം ശരീരത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത് അവൻ കാണുന്നു. ബെയറിന് സാറയെ ഇഷ്ടമായതുകൊണ്ട് സാറയാകാൻ ശ്രമിക്കുകയാണ് അവൾ ചെയ്തത്. അവൾ ഭ്രാന്തമായ അവസ്ഥയിൽ നീ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ചോദിച്ച് സ്വന്തം തലയിൽ കട്ട കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സുഹൃത്ത് ഇയാൻ അങ്ങോട്ട് വരുമ്പോൾ അവൾ അവനെ വെടിവെച്ചു കൊല്ലുന്നു. ബെയർ അവളെ ശാന്തയാക്കാൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തോക്ക് തട്ടിയെടുത്ത് ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്യുന്നു. അവൾ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ജീവിതം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നു. എന്നാൽ അവന് അതിന് ധൈര്യം വരുന്നില്ല. അവൻ ക്യാബിനറ്റ് തുറന്ന് അമ്മൂമ്മയുടെ ഗുളികകൾ മുഴുവൻ കഴിക്കുന്നു. യഥാർത്ഥ നിക്കിയെ രക്ഷിക്കാൻ അവൻ ഒടുവിൽ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് തോന്നാം. എന്നാൽ അടുത്ത നിമിഷത്തിൽ തന്നെ അവൻ സ്വാർത്ഥത കാരണം ആ ഗുളികകൾ ഛർദ്ദിച്ചു കളയാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുൻപ് വാതിലിന് പുറത്ത് വില്ലോ സ്റ്റിക്ക് പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. നിക്കി മറ്റൊരു വില്ലോ സ്റ്റിക്ക് ഉപയോഗിച്ച് ബെയർ തന്നെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ബെയർ ആ മാന്ത്രിക വലയത്തിൽ അകപ്പെടുകയും വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അവൻ പൂർണ്ണമായും നിക്കിയുടെ പ്രണയത്തിലായിരുന്നു. രണ്ടുപേരും ചോരയിൽ കുളിച്ചു നിൽക്കുമ്പോൾ അവർ ചുംബിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം ഗുളികകളുടെ വീര്യം കാരണം ബെയർ തറയിൽ വീണ് മരിക്കുന്നു. ഇത് റോമിയോ ആൻഡ് ജൂലിയറ്റ് പോലെ തോന്നിക്കുന്ന നിമിഷങ്ങളാണ്. നിക്കി തോക്ക് സ്വന്തം തലയിലേക്കും ചൂണ്ടുന്നു. എന്നാൽ ബെയർ മരിച്ചതോടെ അവന്റെ ആഗ്രഹം അവസാനിക്കുകയും മാന്ത്രിക വലയം നീങ്ങി അവൾ യഥാർത്ഥ നിക്കിയായി മാറുകയും ചെയ്യുന്നു. താൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നതും തന്റെ 3 സുഹൃത്തുക്കൾ മരിച്ചു കിടക്കുന്നതും കണ്ട് അവൾ നിയന്ത്രണമില്ലാതെ കരയുന്നു. സിനിമ ആരംഭിച്ചതുപോലെ തന്നെ കരച്ചിലോടെയാണ് അവസാനിക്കുന്നതും. സ്ക്രീനിൽ കറി ബാർക്കറുടെ പേര് വരികയും സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു.